തിയേറ്ററുകൾ കുറേയായി അല്ലേ? സിനിമാ നിർമ്മാണം എല്ലാത്തിനും സ്വന്തമായിട്ട് സിനിമ ഓടിക്കാൻ തിയേറ്ററുകളായി, കുറേ തിയേറ്ററിലായി. ഇപ്പൊ എത്ര തിയേറ്റർ ആയി? അല്ല അങ്ങനെയല്ല, ഇപ്പൊ നമ്മള് തിരൂര്, പട്ടാമ്പി, മട്ടന്നൂര്, പെരുമ്പരാവ്, കോഴിക്കോട്, കുന്നമംഗലം, ചൂണ്ടല്, അങ്ങനെ കുറെ സ്ഥലത്ത് സ്ക്രീനായി അങ്ങനെ നോക്കുമ്പോൾ. അല്ല അങ്ങനെയല്ല, 10-20 സ്ക്രീനോളം. 20 സ്ക്രീൻ പെട്ടെന്ന് തിയേറ്ററിലേക്ക് വന്നു അല്ലേ? അല്ല, നമ്മള് ഇതെല്ലാം ചെയ്തോണ്ടിട്ടിരിക്കുവാണ്, ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കാസർഗോഡ് ആയിക്കോട്ടെ, കാലിക്കറ്റ് ആയിക്കോട്ടെ, മട്ടന്നൂര്, തിരൂര്, എല്ലാം ഗുരുവായൂര് എല്ലാം ഇപ്പൊ നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. ബാക്കിയുള്ള പെരുമ്പിലാവ്, പട്ടാമ്പി, ചൂണ്ടല്, കുന്നമംഗലം, ഇതെല്ലാം പണി നടന്നുകൊണ്ടിട്ട്. തിയേറ്ററിലേക്കും കൂടെ ഇനി തിയേറ്റർ അസോസിയേഷൻ ഇപ്പം മെമ്പർ ആകണമല്ലോ. ഫിയോക്കിൽ മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും തിയേറ്റർ അസോസിയേഷൻ മെമ്പർഷിപ്പ്? ഇല്ല, എങ്ങും എടുത്തിട്ടില്ല. ഫിയോക്കിൽ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല? ഇല്ല. അങ്ങനെയല്ല, ഇപ്പൊ ഇല്ല, എടുത്തിട്ടില്ല. നമുക്ക് അസോസിയേഷൻ ഉണ്ട് ഇവിടെ. അല്ലല്ല, നമ്മള് ഒരു അസോസിയേഷനിലും മെമ്പർഷിപ്പ് ഞാനായിട്ട് എടുത്തിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞു. സമീപിച്ചിരുന്നോ? അല്ല, ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല. ഇനി ഇപ്പൊ നിലവിലെ സിനിമാ സംഘടന 2 അസോസിയേഷൻ തലപ്പത്ത് വന്നു. ഇനി തിയേറ്റർ ഉൾപ്പെടെ അസോസിയേഷൻ ആണുള്ളത്. 1 വർഷം കൂടെയാണ് അതിന് ഇപ്പൊ ഫിയോക്കിന്റെ തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് അവിടെയും കൂടെ ഒന്ന് അസോസിയേഷന്റെ ഭാരവാഹി ആണെന്ന് ആഗ്രഹമുണ്ടോ? നമുക്ക് ഒരു അസോസിയേഷന്റെ തലപ്പത്ത് വരണമെന്നില്ല, ഒന്നുമില്ല. നമ്മൾ സിനിമ പ്രൊഡ്യൂസറാണ്, ബേസിക്കലി സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ്. ഇത് സംഭവിച്ചു പോയതാണ്. ഇപ്പോ എല്ലാം ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ഇപ്പോ ഒരു പർപ്പസ്ഫുള്ളി നമ്മൾ അതിന്റെ തലപ്പത്ത് വരണമെന്നോ, അത് ഈ തലപ്പത്ത് വരുമ്പോ എന്താന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ്. കാരണം നമ്മളെല്ലാവരുടെയും കോളുകൾ എടുക്കണം, അതിനെല്ലാം മറുപടി പറയണം. അപ്പം ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാളെ വെറുക്കാനും അത് മതി. മനസ്സിലായോ? നമ്മള് ഞാൻ ഇപ്പൊ അലി എന്നെ കുറെ തവണ വിളിച്ചു, അപ്പം ഞാൻ വിളിച്ച് നമ്മൾ എടുത്തു, ആൻസർ ചെയ്യുന്നു. പക്ഷെ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന, എൻ്റെ വാക്കിനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ എനിക്കൊരു പ്രോപ്പർ മറുപടി തരാനായിട്ട് പറ്റിയില്ലെങ്കിൽ എന്നോട് ഇഷ്ടത്തിലുള്ള അലിക്ക് പോലും എന്നോട് വിരോധമാവും. നാളെ എന്നെ നല്ലത് സംസാരിച്ചിരുന്ന അലി പോലും എന്നെ പറ്റി മോശമായിട്ട് സംസാരിക്കും. അപ്പൊ അത് തലപ്പത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബഹുമതിയാണ് അത്. അതിനെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. സോ അതുകൊണ്ടിട്ട് നമുക്കത് വേണ്ട. നമുക്ക് ഒരു മെമ്പറായിട്ട് ഇവൻ ഇരുന്നാൽ മതി. ഏത് സംഘടനയിലാണെങ്കിലും സംഘടന മെമ്പർഷിപ്പ് എടുക്കും. അത് എവിടെയാണ്, ഏത് സംഘടന തീരുമാനിച്ചത്? 2 സംഘടന, ഫിയോക്ക് ഉണ്ട്, മറ്റേ എക്സിബിറ്റേഴ്സ് അല്ലേ? അങ്ങനെ 2 സംഘടന ഉണ്ട്. അതിൽ ഏതാന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. രണ്ടുപേരും ഒന്നും എടുത്തിട്ടില്ല. രണ്ടുപേരും സമീപിച്ചിട്ടുണ്ട്. ഏതാ എടുക്കണമെന്നുള്ള ഒന്ന് ആലോചിച്ച്, ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിക്കണം. എങ്ങനെയാണ് സംഘടന പുറത്തു നിന്ന് വിലയിരുത്തുന്നുണ്ടല്ലോ അല്ലേ? അതിനുള്ളൂ. ഈ അഭിനയത്തിലേക്ക് മോഹമൊന്നുമില്ലേ? അഭിനയം എന്നെ ഞാൻ പറഞ്ഞ, എന്നെ കുറെ പേര് വിളിച്ചിട്ടുണ്ട് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, അല്ലാത്തവരും എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്രയൊരു, ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തെറ്റിയാൽ കുഴപ്പമില്ല, വീണ്ടും സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് വീണ്ടും എടുക്കുക. എനിക്ക് അങ്ങനത്തെ എനിക്ക് അലിയുടെ മുഖത്തോ ഇങ്ങനെ ഒരേ ഇതിൽ വന്നിട്ട്, ഇപ്പൊ ഇവിടെ ഒരു 10,000 പേരുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ എന്നെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ, എന്നെ ഡയലോഗ് പഠിച്ചിട്ട് പറയേണ്ട ഒരു സംഭവത്തിൽ എനിക്ക് കോൺഫിഡൻസ് കുറവാണ്. അതല്ല, അതുകൊണ്ട് അഭിനയിക്കില്ല എന്ന് ഉറപ്പുണ്ടോ? അതായത് ഇപ്പൊ യെസ് നോ സിംഗിൾ ഡയലോഗ് ഇല്ലാത്തതിലൊക്കെ വേണമെങ്കിൽ ചിലപ്പോ കാട്ടാം എന്നുള്ളതല്ലാണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ ഉടനെ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടുമില്ല. എന്നെ പല സിനിമകളിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ വരാന്ന് പറഞ്ഞൊരു സിനിമയിൽ, ഇപ്പൊ ഈവൻ ഞാൻ തന്നെ നിർമ്മിച്ച ഒരു സിനിമയില്, എന്താടാ സജിയില്, ഞാൻ ചെയ്യേണ്ട ഒരു റോളാണ് ബൈജു എഴുപിന ചെയ്തത്. അത് ഒരു ചിരി കിട്ടുന്ന ഒരു ഹ്യൂമർ വേഷമായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഓക്കെ ആയി, പരിപാടികളെല്ലാം പറഞ്ഞു നിന്നപ്പോ വെളുപ്പിനേറ്റപ്പോ തന്നെ എന്റെ ഫുൾ കോൺഫിഡൻസ് പോയി. രാവിലെ ഞാനപ്പോ ഒരു വെളുപ്പിന് ഒരു 5 മണി 6 മണി ആയപ്പോ തന്നെ ഞാൻ മറ്റേ ബൈജു എഴുപനെ വിളിച്ചു. എനിക്ക് വേണ്ടിയിട്ട് ഒറ്റ ഒരു ഉപകാരം ഇവൻ ചെയ്യണം, എന്റെ സിനിമയാണ്, ഞാൻ നിർവഹിക്കുന്ന സിനിമയാണ്, ഞാൻ ചെയ്യാന്നായിരുന്നു വിചാരിച്ച്. അപ്പോ എനിക്കതിപ്പോ കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതൊരു ഭയങ്കര ചിരിയുടെ, അതൊരു പെർഫോമോ അല്ലെങ്കിൽ ഡയലോഗ് ഒക്കെ പറയേണ്ട സംഭവമാണ്. നിങ്ങള് എന്തുപകാരം വേണേലും ഞാൻ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾ ഇതൊന്ന് പോണം, എനിക്ക് വേണ്ടി ഈഗോ നോക്കരുത്. ഇന്ന് ഷൂട്ട് ചെയ്യേണ്ട സിനിമയാണ്, നിങ്ങൾ ഇപ്പൊ രാവിലെ ഇപ്പൊ തന്നെ ഇറങ്ങിയാലേ ഉള്ളൂ, അങ്ങ് തൊടുപുഴയിൽ പോയി എത്തണം. എന്നിട്ടത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അത് ബൈജു എഴുപനെയാണ് അത് പോയി ഇവൻ ചെയ്തത്. ഇപ്പൊ നിവിൻ പോളിയുടെ സിനിമയുണ്ട് ബോസ് ആൻഡ് ഗോ എന്ന് പറയുന്നത്, നമ്മുടെ സിനിമ തന്നെ. അതിലും എന്താന്ന് വെച്ചാൽ ഒരു അച്ഛന്റെ വേഷമുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ അത് ഒരു ഹ്യൂമർ, ഒരു നല്ല നോട്ടീസ് ചെയ്യുന്ന ഒരു വേഷമാണ്. അപ്പം എന്നോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടർ കുറെ ഇവൻ നിർബന്ധിച്ചു. പക്ഷെ ആദ്യം ഓക്കെ എന്ന് പറഞ്ഞു.
പിന്നീട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിപ്പോ നമ്മുടെ നിർമ്മാതാവ് ഷാജി നടേശനാണ് ആ റോള് ചെയ്യുന്നത്. അല്ല, അപ്പൊ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഈവന് പോവാണ്. പൃഥ്വിരാജ് അഭിനയിക്കണ കാര്യം വല്ല പറഞ്ഞിട്ടുണ്ടോ? ലിസ്റ്റ് നല്ല അഭിനേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഭിനയിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുണ്ടോ പൃഥ്വിരാജ്? ഇല്ലില്ല. അല്ല ഞാനിത് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഞങ്ങള് ബ്രദേഴ്സ് ഡേയിൽ ഒരു ചെറിയൊരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാൾക്കാരെല്ലാം കൂടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും, അതായത് ഞാനിത് മൈൻഡ് വിട്ടുപോയി. ഈ ഡയലോഗ് ഉണ്ടായിരുന്നു, സ്മൈൽ പ്ലീസ് അടുത്ത് നിൽക്കുന്ന പറയേണ്ട ഒരു സാധനമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ എനിക്ക് ഡയലോഗ് പറയാനും കൈ കൊണ്ട് ഇങ്ങനെ കാട്ടാനും എല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ പറ്റുന്നില്ലായിരുന്നു, ഈ ടെൻഷൻ അടിച്ചിട്ടേ. അതിന്റെ ഇടയ്ക്ക് അപ്പത്തേനും പൃഥ്വിരാജ് ഒച്ച വിളിച്ചിട്ട് പറഞ്ഞു, എടോ അറിയാമല്ലോ ഇട്ടിട്ട് പോടോന്ന് പറഞ്ഞു. അപ്പത്തേനും എനിക്ക് ആകെപ്പാടെ മൊത്തം കയ്യിൽ നിന്ന് ഈവൻ പോയി. പിന്നെ ആ ഡയലോഗ് അതെല്ലാം പാട്ടിലൂടെ ഈവൻ പറഞ്ഞു വിട്ടു ഷാജോണ്. അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ചെറിയ കാര്യം പോലും ഈസി ആയിട്ട് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും ഇത്രയൊക്കെ ചെയ്യാവുന്ന ലിസ്റ്റിന് അത് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു വിലയിരുത്തലാവട്ടെ. എനിക്ക് ലിസ്റ്റിനെ കണ്ട നാൾ തൊട്ടുള്ള ഞാൻ എന്നും ചോദിക്കുന്ന ചോദ്യമാണ്, ലിസ്റ്റിന് എന്ന് അഭിനയിക്കുന്നത്. അതിനുള്ള കഴിവ് ലിസ്റ്റിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഭയങ്കര കഴിവുള്ള ഒരു വലിയ ബഹുമതി നടൻ എന്ന നിലയിലുള്ള കഴിവല്ല പറഞ്ഞ, നമുക്ക് അഭിനയിക്കാമെന്നൊരു നമുക്ക് സ്വയം തോന്നുന്ന ഒരു കഴിവുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ വെളുപ്പിന് 5 മണി വരെ നമ്മൾ ആലോചിച്ച് അഭിനയിക്കാമെന്ന് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്ന പറയുമ്പോൾ നമ്മൾ ആളെ മാറ്റിയത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായാൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ ജീവിതം മൊത്തം അഭിനയിച്ചു പോകുന്ന ആളുകളാണ് അല്ലേ? അതെ, ബാലി പോലും എത്ര സിനിമയിൽ അഭിനയിച്ചു അല്ലെ? അഭിനയിക്കുന്നില്ലേ കുറെ സിനിമകളിൽ? അല്ല ഞാൻ പറഞ്ഞ അത് കുറെ ആർട്ടിസ്റ്റുകൾ കുറെ ആളുകളൊക്കെ നിൽക്കുമ്പോൾ അത് പെർഫോം ചെയ്യാന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. എനിക്കത് ഉള്ളിൽ നിന്ന് വരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പൃഥ്വിരാജിനോടൊത്ത് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയ ഒരു അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതെനിക്ക് പറ്റുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. അതെ, അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. എന്തായാലും ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫിലിമിനെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ സ്വപ്നമെല്ലാം സിനിമയാണ് അല്ലേ? പഠിക്കുന്ന കാലം തൊട്ട് സിനിമ സ്വപ്നം കണ്ടു വന്ന് ഇവിടം വരെ എത്തി. ഇപ്പം എത്ര സിനിമയായി നിർമ്മാണം? 28 സിനിമയായി. ഈ പ്രായത്തിൽ 28 സിനിമയായി. ഇത്രയും പ്രായം കുറഞ്ഞൊരു നിർമ്മാതാവ് ഇത്രയും സിനിമ ചെയ്തവർ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല ലിസ്റ്റിനെ ഇത്രയും സിനിമകൾ ചെയ്ത് ഈ പ്രായങ്ങളിലുള്ള നിർമ്മാതാവ് ഇത്രയും സിനിമകൾ ഇത്ര ചുരുങ്ങിയ കാലഘട്ടത്തിൽ ചെയ്ത ഒരു നിർമ്മാതാവ് ഉണ്ടാകില്ല. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് ചില പാളിച്ചകൾ വന്ന് ചില സിനിമകൾ പരാജയപ്പെടുന്നു. ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യണം. നല്ല നല്ല സിനിമകൾ മലയാളി പ്രേക്ഷകർക്ക് നൽകണം. ഇപ്പോൾ ഏറ്റെടുക്കുന്ന 2 സ്ഥാനങ്ങളും കൃത്യമായി അത് നിറവേറ്റാൻ താങ്കൾക്ക് കഴിയണം. താങ്കളിൽ നിന്നും ഇനിയും ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നത് സംഘടനയിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നമ്മളെപ്പോഴും സംഘടനകളെയാണ് കുറ്റം പറയുന്നത്, വ്യക്തികളെല്ലാം കുറ്റം പറയുന്നത്. ഞാൻ ഉൾപ്പെടെ സംഘടനയിൽ നിൽക്കുമ്പോഴാണ് ആ കുറ്റങ്ങൾ കൃത്യമാണെങ്കിൽ അത് പരിഹരിച്ച് തന്നെ പോകണം. ഇപ്പം നിർമ്മാതാവ് എന്ന നിലയിൽ ഒത്തിരി സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഈ പല താരങ്ങളും എന്തിനാണ് പ്രൊമോഷന് വരാത്ത വിഷയങ്ങളുണ്ട്. അത്തരമൊരു വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ താങ്കളുടെ സിനിമയ്ക്കൊക്കെ ആളുകൾ വന്ന് എനിക്ക് പരിചയമുണ്ട്. അത്തരം താരങ്ങളെക്കുറിച്ച് എന്താണ് അവർ പറയുക? ഈ പ്രൊമോഷന് വരിക എന്നുള്ള ഒരു സിനിമയുടെ ഭാഗമല്ലേ അല്ലേ? അല്ല 100%. അല്ല ചില കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ചില ഡേറ്റുകൾ മാറി. അതെ, എൻ്റെ സിനിമകളിൽ ആർട്ടിസ്റ്റ് പ്രൊമോഷന് വരാതെ ഉണ്ട്. കാര്യം നമ്മളതെന്താണ് പറയാത്തതെന്ന് വെച്ചാൽ നമ്മൾ സിനിമ പ്ലാൻ ചെയ്ത സമയത്തല്ല നമ്മൾ റിലീസ് ചെയ്തത്. അപ്പോൾ ആർട്ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിത് ഒത്തിരി അലിക്കാനല്ലോ അറിയാം. ഇത് ഒത്തിരി നാളെ മുമ്പേ നമുക്കിത് എടുത്ത് ഷൂട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്താണ് ഇത് സാധാരണ റിലീസിനോടനുബന്ധിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രൊമോഷൻ വർക്കെല്ലാം നടക്കുന്നത്. സോ പല സിനിമകളും ബിസിനസ് ആവാതെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ബിസിനസ് ആവാതെ തിയേറ്റർ ഡേറ്റ് ഫിക്സ് ചെയ്യും. പക്ഷേ ഡേറ്റിനോടനുബന്ധിച്ചാകുമ്പോഴും ബിസിനസ് നടക്കുന്നില്ല. അപ്പോൾ ഈ സിനിമ സ്വാഭാവികമായിട്ടും തള്ളിപ്പോയി വേറൊരു ഡേറ്റിലേക്കാവും. മനസ്സിലായി? അപ്പൊ ഈ ആർട്ടിസ്റ്റ് ഒക്കെ വേറെ സിനിമകളിലായിരിക്കും അഭിനയിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്ന പ്രൊഡ്യൂസറിന്റെ സിനിമയിലായിരിക്കാം ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നത്. വേറെ ഇപ്പൊ എത്രയോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഒക്കെ സിനിമകളിൽ അപ്പം അവര് സമ്മതിക്കത്തില്ല. അവിടെയുള്ള ആർട്ടിസ്റ്റിൻ്റെ കോ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവരുടെ ഡേറ്റ് ചിലപ്പോൾ ഇപ്പൊ ഇന്ന ഒരാൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് പിന്നെ കിട്ടുന്നത് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കാം. മനസ്സിലായോ? അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്ക് ഇവിടുന്ന് വരാൻ പറ്റത്തില്ല, ഞങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻസ് ചെയ്യാന്നൊക്കെ പറയുന്നത് സിനിമയിൽ സഹജമാണ്, സ്വാഭാവികമാണ്. റീസൺ ഉണ്ടാകണം. അതെ, റീസൺ ഉണ്ടാവണം. തീർച്ചയായിട്ടും റീസൺ ഉണ്ടായാൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറുമാണ്. അതെ, ഇപ്പൊ ഒരാൾക്ക് പനി പിടിച്ചിട്ട് ഇപ്പൊ ഇവൻ ഇരിക്കുകയാണ്, ആൾക്ക് പോയി ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ ഈവൻ എന്തെങ്കിലും അസുഖങ്ങളായിക്കോട്ടെ, ഒരു കൈ ഒടിഞ്ഞിരിക്കുക അല്ല കാലൊടിഞ്ഞിരിക്കുക, ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.